ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് തംബ്നെയിലിൽ കണ്ടതുപോലെ വെജിറ്റ വേഴ്സസ് ഗോഹാൻ അല്ലെങ്കിൽ അൾട്രാ ഈഗോ വേഴ്സസ് ബീസ്റ്റ് ഗോഹാൻ എന്നൊരു ഫൈറ്റ് നടന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് കാണിച്ചു തരുന്ന ചെറിയൊരു ഫാൻമെയ്ഡ് മാങ്കയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒന്നല്ല, കൂടാതെ ഇത് ഒരു വൺ ഷോട്ട് മാങ്കയാണ്. നമ്മുടെ ഡ്രാഗൺ ബോൾ സൂപ്പർ ഹീറോ മൂവി, അതായത് ബീസ്റ്റ് ഗോഹാന്റെ ആ ഒരു മൂവി കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന രീതിയിലാണ് ഈ ഒരു മാങ്ക നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല, ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് പോകാം. ഇവിടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ബ്രോലി ഗ്രീൻ കളറിൽ തന്റെ കൺട്രോളിൽ നിന്നും പോകുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ സമയം ഗോകുവും വെജിറ്റയും സൂപ്പർ സൈൻ ബ്ലൂവിൽ ബ്രോലിയെ എങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരണമെന്ന് നോക്കുകയാണ്. ഈ സമയമാണ് അർജന്റായിട്ട് നമ്മുടെ ബുൾമ ഗോകുവിനും വെജിറ്റയ്ക്കും മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ തന്നെ വെജിറ്റ നമ്മുടെ ഗോകുവിനോട് പറയും, ബുൾമ എന്തോ ഒരു കാര്യത്തിന് അർജന്റായി വിളിക്കുന്നുണ്ട്, ബ്രോലിയുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനത്തിൽ എത്തിയെന്നും പറയുന്നു. എനിക്ക് ഈ മോൺസ്റ്ററായ ബ്രോലിയുടെ കൂടെ ട്രെയിനിങ് ചെയ്യാൻ തീരെ താല്പര്യമില്ല, നീ വേഗം ബ്രോലിയെ ഡിഫീറ്റ് ആക്കി എർത്തിലേക്ക് പോകാമെന്നും നമ്മുടെ ഗോകുവിനോട് വെജിറ്റ പറയുന്നു. അങ്ങനെ സൂപ്പർ സൈൻ ബ്ലൂവിൽ ബ്രോലിയെ പിടിച്ചു നിർത്താൻ കുറച്ച് കഷ്ടമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി ഗോകു അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ ബേസ് ഫോമിലേക്ക് മാറുന്നു. അങ്ങനെ ഗോകു ബ്രോലിയുടെ നേരെ പഞ്ച് ചെയ്ത് ഗോകുവിന്റെ സിഗ്നേച്ചർ മൂവ് ആയിട്ടുള്ള കാമേഹാമേഹ യൂസ് ചെയ്ത് ബ്രോലിയെ പഴയതുപോലെ തന്റെ കൺട്രോളിൽ കൊണ്ടുവരുന്നു. അങ്ങനെ ഗോകു പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിനക്ക് നിന്റെ കൺട്രോളിൽ ഈ ഒരു പവർ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമ്മുടെ ബ്രോലിയോട് ഗോകു പറയുന്നു. അങ്ങനെ ഇതും പറഞ്ഞ് നമ്മുടെ ഗോകുവും വെജിറ്റയും എർത്തിലേക്ക് പോകുന്നു. എർത്തിലെത്തിയ ഗോകുവും വെജിറ്റയും നമ്മുടെ ഗോഹാനെയാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഗോഹാനാണ് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗോഹാൻ നടന്ന കാര്യങ്ങൾ ഗോകുവിനോട് പറയുന്നു, സെൽ തിരിച്ചു വരികയും അവനെ ഡിഫീറ്റ് ചെയ്തതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്നാൽ ഇത് കേട്ട് നമ്മൾ ഗോകുവും ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ഡ്രാഗൺ ബോൾ സൂപ്പറിലെത്തിയ സമയത്ത് ഗോഹാൻ പഴയതുപോലെ അത്ര പവർഫുൾ അല്ലായിരുന്നു. ഫ്രീസയുടെ കയ്യിൽ നിന്നൊക്കെ ഡിഫീറ്റ് ആയി അത്രയധികം ഫൈറ്റ് ചെയ്ത എക്സ്പീരിയൻസും ഇപ്പോൾ കുറവാണ്. അപ്പോൾ തന്നെ ഗോഹാൻ ഒരു ഫൈറ്ററെ ഡിഫീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവർ ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ ഗോഹാൻ പറയും, ഞാൻ സെല്ലിനെ ഡിഫീറ്റ് ചെയ്തു, പക്ഷെ പണ്ട് വന്ന ആ ഒരു സെല്ലല്ല, അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ജയജാന്റിക് ആയിട്ടുള്ള സെൽ മാക്സ്. ഇത് കേട്ട് ഗോകു, എന്ത് ജയജാന്റിക് ആയിട്ടുള്ള സെല്ലോ, ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ വെജിറ്റ പറയുന്നത്, നീ വിഷയത്തിലേക്ക് വാ, എന്തിനാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അപ്പോഴാണ് ഗോഹാൻ വിഷയത്തിലേക്ക് വരുന്നത്. ഞാൻ സെൽമാക്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ അറിയാതെ എന്റെ ഉള്ളിൽ നിന്നും ഒരു പവർ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ പുറത്തേക്ക് വന്നു. എന്നാൽ അത് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയില്ല. എന്റെ ഉള്ളിലുള്ള ആ ഒരു ലിമിറ്റ്സിനെ പുഷ് ചെയ്യാൻ വേണ്ടിയാണ്, അതിനുവേണ്ടി ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത് എന്നും ഇവിടെ പറയുന്നു. അപ്പോഴേക്കും ഇത് കേട്ട് ഗോകു, അപ്പോൾ നീ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം എന്നാണോ പറഞ്ഞു വന്നത് എന്നും പറഞ്ഞ് ഗോകു ഹാപ്പി ആകും. കാരണം ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഗോകുവിന് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ഉള്ളതാണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് വെജിറ്റ, ഗോകു നീ ഇപ്പോൾ ഗോഹാന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ട, ഓൾറെഡി ബ്രോലിയുടെ കൂടെ നീ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇത് എന്റെ ടൈമാണ്, ഞാനാണ് ഗോഹാന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്, നീ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, കൂടാതെ നീ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് നിന്റെ മകന്റെ കൂടെയാണ്, അതുകൊണ്ട് നിനക്ക് ആ ഒരു അലിവ് എപ്പോഴും ഉണ്ടാകും. എന്നാൽ എനിക്ക് അങ്ങനെയല്ല, ഗോഹാന്റെ അടുത്ത് എനിക്കൊരു ഫീലിങ്സും ഇല്ല, അവന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് അവന്റെ ലിമിറ്റ്സ് ഞാൻ ബൂസ്റ്റ് ചെയ്യിപ്പിക്കും, അവന്റെ ആ ഒരു പവർ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾ ഞാനാണ്, അതുകൊണ്ട് നീ ഇതിൽ ഇടപെടേണ്ട എന്നും നമ്മുടെ വെജിറ്റ ഗോകുവിനോട് പറയുന്നു. അങ്ങനെ വെജിറ്റ പറഞ്ഞതും ശരിയാണെന്ന് ഗോകുവിന് മനസ്സിലായി. ഗോകുവും അത് സമ്മതിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ വെജിറ്റ വേഴ്സസ് ഗോഹാൻ എന്ന ഫൈറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. വെജിറ്റ ഇവിടെ മാസായി നിന്റെ ബോഡിയിലുള്ള എല്ലാ പവറും പുറത്തെടുത്തോ എന്ന് പറഞ്ഞ് നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ ആ ഒരു മിസ്റ്റിക് ഫോമിൽ അല്ലെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് ഫോമിൽ മാറുന്നു. അങ്ങനെ ഈ ഒരു മിസ്റ്റിക് ഫോമിലായിട്ടുള്ള ഗോഹാനെ കണ്ട് നമ്മുടെ വെജിറ്റ ചോദിക്കും, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നീ ബൂവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ മാറിയതല്ലേ, ഒരു ട്രെയിനിങ് പോലും ചെയ്യാതെ നീ നിന്റെ പുതിയ ട്രാൻസ്ഫോർമേഷനിൽ മാറിയത് എനിക്കും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിന്റെ ഈ ഒരു മിസ്റ്റിക് ഫോമിനെ പിടിച്ചു നിർത്താൻ എന്റെ സൂപ്പർ സൈൻ 2 തന്നെ ധാരാളമാണെന്ന് നമ്മുടെ വെജിറ്റ പറയുന്നു. എന്നാൽ ഇത് കേട്ട് നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ നിങ്ങൾ എന്നെ തെറ്റായ രീതിയിലാണ് കാണുന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഗോഹാൻ ഒഴിഞ്ഞു മാറുന്നത് കണ്ട്, കുഴപ്പമില്ല, നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ പവേഴ്സ് ഉണ്ട് എന്ന കാര്യം നമ്മുടെ വെജിറ്റക്കും മനസ്സിലാകുന്നു, നീ നിന്റെ ആ ഒരു പുതിയ ട്രാൻസ്ഫോർമേഷനിൽ മാറി, ഇതൊക്കെ ജസ്റ്റ് കുട്ടികൾ കളിക്കുന്നത് പോലെയുണ്ട്, നീ യഥാർത്ഥ സയൻസിന്റെ കൂടെ സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം. ഇത് കേട്ട് ഗോഹാൻ ആണെങ്കിൽ എനിക്കതിൽ മാറാൻ സാധിക്കുകയില്ല, എങ്ങനെയാണ് ഞാൻ ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ മാറിയതെന്ന് എനിക്കറിയില്ല എന്നും പറയുന്നു. പെട്ടെന്ന് ദേഷ്യം വന്ന ആ ഒരു മൊമെന്റിലാണ് ഞാൻ ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ മാറിയത്, അതായത് പിക്കലയെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തന്നെ ഒരു തോന്നൽ ഉണ്ടായപ്പോൾ ഞാൻ തന്നെ അറിയാതെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ മാറിയതാണ്. അങ്ങനെ ഈ സമയം വെജിറ്റ പെട്ടെന്ന് സൂപ്പർ സൈൻ ബ്ലൂവിൽ മാറി ദേഷ്യത്തിൽ ബിഗ് ബാങ് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിരിക്കും. ഗോഹാൻ, നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്, നീ വേഗം ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ മാറ്, എന്റെ സമയം നീ കളയരുത്, നീ ട്രാൻസ്ഫോർമേഷനിൽ മാറിയില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഇപ്പോൾ
ഒരു തീരുമാനമാകൂ എന്ന് പറയുന്നു. ഈ സമയം നമ്മുടെ ഗോകു, വെജിറ്റ നീ കുറച്ച് ഓവർ ആവുന്നുണ്ട്, എന്തിനാണ് നീ ഇത്ര ദേഷ്യപ്പെടുന്നത്, ഗോഹാനെ ഓരോന്ന് പറഞ്ഞ് ഭയപ്പെടുത്തരുത് എന്നും ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ വെജിറ്റ ആണെങ്കിൽ സീരിയസ് ആയി രണ്ടും കൽപ്പിച്ചിട്ടാണ് ഉള്ളത്. ഗോഹാന് യഥാർത്ഥ ഫൈറ്റ് എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം ഗോകു. കാരണം ഗോഹാൻ എല്ലാം തെറ്റായിട്ടാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ പവറിന് ഈക്വൽ ആയിട്ടാണ് അവന്റെ പവർ ഉള്ളത് എന്ന് ഗോഹാൻ തെറ്റായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് ഗോഹാൻ, നീ ഈ ഒരു ഫൈറ്റിൽ നിനക്ക് ആ ഒരു പവർ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ എന്റെ ഈ ഒരു അറ്റാക്കിൽ നീ എന്തായാലും മരിക്കും. കൂടാതെ എർത്തും ഇല്ലാതാകും, നിന്റെ ഫാമിലിയും ഇല്ലാതാകും. അങ്ങനെ ഇതൊക്കെ കേട്ട് ഗോഹാനും മനസ്സിലാകും വെജിറ്റ സീരിയസ് ആണ്. ഇവിടെ ഞാൻ പവർഫുൾ ആയിട്ടില്ലെങ്കിൽ എല്ലാം അവസാനിക്കും. അങ്ങനെ ഗോഹാനും സ്ക്രീം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെജിറ്റ ആ ഒരു ബിഗ് ബാങ് അറ്റാക്ക് ഗോഹാന്റെ നേരെ വിടുന്നു. ഞാൻ എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഇത് തടയുമെന്ന് പറഞ്ഞു ഗോഹാൻ ആ ഒരു അറ്റാക്ക് തടയാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ വെജിറ്റയും പറയും, ഇപ്പോൾ എർത്ത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നീയാണ് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ഇവിടെ വെജിറ്റ പറയുന്നുണ്ട്. എന്നാൽ ഗോഹാൻ ആണെങ്കിൽ ആ ഒരു അറ്റാക്ക് തടയാനും സാധിക്കുന്നില്ല. ആ ഒരു സമയത്താണ് ഗോഹാൻ പണ്ട് പിക്കലോയും ഗോക്കുവും അവരുടെ ജീവൻ കൊടുത്ത് നമ്മുടെ ഗോഹാനെ പ്രൊട്ടക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അതായത് ഡ്രാഗൺ ബോൾ സിയുടെ തുടക്കത്തിൽ പിക്കലോ തന്നെ സേവ് ചെയ്തതും, സെൽസാഗയിൽ നമ്മുടെ ഗോകു തന്റെ ജീവൻ കൊടുത്ത് ഇവിടെയുള്ള എല്ലാവരെയും രക്ഷിച്ചതും, അതുപോലെ തന്നെ ഡ്രാഗൺ ബോൾ സൂപ്പറിൽ ഫ്രീസ വരുന്ന സമയത്ത് ഗോഹാനെ രക്ഷിച്ചതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോഹാന്റെ മനസ്സിൽ വരാൻ തുടങ്ങുന്നു. അങ്ങനെ ഇതൊക്കെ ഓർത്ത് ഈ പ്രാവശ്യം എന്നെ രക്ഷിക്കാൻ ആരും തന്നെയില്ല, ഞാൻ തന്നെ ഒറ്റയ്ക്ക് എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യണം എന്ന് മനസ്സിൽ വെച്ച് വെജിറ്റയുടെ ആ ഒരു ബിഗ് ബാങ് അറ്റാക്ക് തടഞ്ഞ് ഗോഹാൻ ഫൈനലി ആ ഒരു ബീസ്റ്റ് ട്രാൻസ്ഫോർമേഷനിൽ മാറുന്നു. എന്നാൽ ഇത് കാണുന്ന വെജിറ്റയുടെ കിളി പോകും. കാരണം പൊട്ടൻഷ്യൽ വെച്ച് ഇങ്ങനൊരു പവർ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിചാരിച്ചതേ ഇല്ല എന്ന് നമ്മുടെ വെജിറ്റയും പറയുന്നു. ഇവിടെ ഗോകു തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല, ഗോഹാന്റെ ഈ ഒരു പവർ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്ന് നമ്മുടെ ഗോകു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗോഹാൻ എന്നാൽ പിന്നെ തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ വെജിറ്റയുടെ പുറകിലെത്തുന്നു. എത്തിയ ഉടൻ തന്നെ വെജിറ്റയ്ക്ക് നേരെ ഒരു പഞ്ചും കൊടുക്കുന്നുണ്ട്. അതായത് ബീസ്റ്റ് ഗോഹാന്റെ മുന്നിൽ നമ്മുടെ സൂപ്പർ സൈൻ ബ്ലൂ ഒന്നുമല്ല. എന്നാൽ വെജിറ്റ ആണെങ്കിൽ ഞാൻ ഇത് തടയുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗോഹാന്റെ സ്പീഡിനടുത്ത് പോലും വെജിറ്റയ്ക്ക് എത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ വെജിറ്റ ആണെങ്കിൽ അപ്പോൾ പിന്നെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. ഇവിടെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇവിടെ വെജിറ്റയാണ് ചിരിക്കുന്നത്. വെറുതെ ഒന്നും കണ്ട് അങ്ങനെ വെജിറ്റ ചിരിക്കാറുമില്ല. ഇതുകൊണ്ട് ഗോഹാനും മനസ്സിലാകും എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ട് എന്ന്. അങ്ങനെ ഫൈനലി വെജിറ്റ തന്റെ ട്രൂ ട്രാൻസ്ഫോർമേഷൻ പുറത്തു കൊണ്ടുവരുന്നു. സത്യം പറഞ്ഞാൽ വെജിറ്റ വേറെ ലെവലിലാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ മാറുന്നത്. ഇത് കണ്ട് പേടിച്ച് നമ്മുടെ ഗോഹാൻ തന്നെ രണ്ടടി പുറകിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അൾട്രാ ഈഗോയിൽ മാറിയ നമ്മുടെ വെജിറ്റയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ വെജിറ്റ പറയും, നീ സെൻസിങ് എബിലിറ്റി വെച്ച് ഇതൊരു ഗോഡ് കീ ആണെന്ന് മനസ്സിലാക്കി കാണും. എന്നാൽ ഈ ഒരു പവർ എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? ദ പവർ ഓഫ് ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്നും പറഞ്ഞ് ആ ഒരു ഇയർ റിംഗ് എടുത്തിടും. നമ്മൾ ഡ്രാഗൺ ബോൾ സൂപ്പർ മാങ്കയിൽ പറഞ്ഞതാണ്, എപ്പോഴൊക്കെ ഈ ഒരു ഡിസ്ട്രക്ഷൻ ടെക്നിക്കിൽ നമ്മുടെ വെജിറ്റ മാറുന്നു അപ്പോഴൊക്കെ ആ ഒരു ഇയർ റിംഗ് ഇടണം. ഈ സമയം നമ്മുടെ ബിയറസ് ആണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റൊന്ന് തുമ്മി എന്നെ പറ്റി ആരോ എന്തോ പറയുന്നുണ്ട് എന്നും പറയുന്നു. അങ്ങനെ ഇവരുടെ റിയൽ ഫൈറ്റ് സ്റ്റാർട്ട് ആകുന്നു. ഫസ്റ്റ് തന്നെ ഗോഹാൻ ഇവിടെ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് വെജിറ്റ തടയുന്ന സമയത്ത് അവിടെ വലിയൊരു ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഗോഹാന്റെയും വെജിറ്റയുടെയും ഏകദേശം പവർ ലെവൽ ഈക്വൽ ആണ്. ഇത് കാണുന്ന ഗോകുവിനും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഡിസ്ട്രക്ഷൻ ടെക്നിക്കിന് ഈക്വലായി വെജിറ്റയുടെ കൂടെ പിടിച്ചു നിൽക്കാൻ ഗോഹാന് കഴിയുന്നുണ്ട്. ഇത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്നും പറയുന്നു. കൂടാതെ ഫൈറ്റിൽ എർത്തിനൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു എന്നും ഇവിടെ ഗോകു പറയുന്നുണ്ട്. അങ്ങനെ ഗോഹാൻ ഇവിടെ കാമയാമേഹ വെജിറ്റയുടെ നേരെ യൂസ് ചെയ്യുമ്പോൾ വെജിറ്റ ഇൻസ്റ്റന്റ് ടെലിപ്പോർട്ടേഷൻ വെച്ച് ഗോഹാനെ അറ്റാക്ക് ചെയ്യുന്നതും ഇവിടെ കാണിക്കുന്നുണ്ട്. ഡ്രാഗൺ ബോൾ സൂപ്പർ മാങ്കയിൽ വെജിറ്റ ഓൾറെഡി ഇൻസ്റ്റന്റ് ടെലിപ്പോർട്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഗോഹാൻ ദേഷ്യത്തിൽ വെജിറ്റയെ അടിക്കാൻ വേണ്ടി വരുമ്പോൾ വെജിറ്റ ഒരു ഗാലിഗൻ പോലുള്ള ഒരു അറ്റാക്ക് ഗോഹാന്റെ നേരെ വിടുന്നു. എന്നാൽ ഗോഹാൻ ആണെങ്കിൽ വെജിറ്റ നീ എന്നെ കുറച്ചു കാണരുത് എന്ന് പറഞ്ഞ് ഗോഹാൻ ആ ഒരു അറ്റാക്ക് തട്ടി മാറ്റുന്ന രീതിയിൽ എന്ന പോലെയാണ് ഇവിടെ കാണിച്ചു തന്നത്. ഇത് കാണുന്ന വെജിറ്റയ്ക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതെങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞു നോക്കുമ്പോഴായിരിക്കും ഗോഹാൻ മുകളിൽ നിന്നും സ്പെഷ്യൽ ബീം കാനോൺ ചാർജ് ചെയ്ത് വെജിറ്റയുടെ നേരെ നിൽക്കുന്നുണ്ടാകും. അങ്ങനെ വെജിറ്റയാണെങ്കിൽ കുറച്ചു സമയം ആ ഒരു അറ്റാക്കിനെ കുറിച്ചൊന്നും ആലോചിച്ച് ഗോഹാൻ ആ ഒരു സ്പെഷ്യൽ ബീം കാനോൺ വെച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് വെജിറ്റ കറക്റ്റായി അത് തടഞ്ഞു നിർത്തുകയും ആ ഒരു സ്പെഷ്യൽ ബീം കാനോൺ അറ്റാക്കിന്റെ ഇമ്പാക്ട് വെജിറ്റയുടെ പവർ ഒന്ന് ബൂസ്റ്റപ്പ് ആക്കും. വെജിറ്റയുടെ ഈ ഒരു അൾട്രാ ഈഗോനെ പറ്റി പലതവണ നമ്മൾ പറഞ്ഞതാണ്, എത്രയൊക്കെ അടി വാങ്ങുന്നോ അതിനനുസരിച്ച് പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ഗോഹാനും വെജിറ്റ പവർഫുൾ ആയ കാര്യം മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ സമയമായിരിക്കും നമ്മുടെ വെജിറ്റ ഒട്ടും പ്രതീക്ഷിക്കാതെ ഹക്കായി യൂസ് ചെയ്യുകയും നമ്മുടെ ഗോകു ഹക്കായിൽ പെടുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ ഗോഹാന്റെയും അവസ്ഥ. ഈ ഒരു സമയം നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ ഗോകു പണ്ട് തന്നെ സേവ് ചെയ്തതും പല കാര്യങ്ങളൊക്കെ പിന്നെയും ഓർത്ത് ഞാൻ തന്നെ ഇതിൽ നിന്നും ഒറ്റയ്ക്ക് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ആ ഒരു ഹക്കായിൽ നിന്നും പുറത്തു വരുന്നു. അങ്ങനെ പുറത്തു വന്ന ഗോഹാനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗോഹാൻ കുറച്ച് ടയേർഡ് ആയിട്ടാണ് ഉള്ളത്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ഗോഹാൻ തന്റെ മുഴുവൻ പവറും പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ഇത് കണ്ട് വെജിറ്റയും വെറുതെ വിടുന്നില്ല, വെജിറ്റയും തന്റെ മുഴുവൻ പവറും പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റയും പറയും, ഞാൻ നിന്നിൽ നിന്നും ഇതാണ് പ്രതീക്ഷിച്ചത് ഗോഹാൻ, നീ സെല്ലിനെ ഡിഫീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് നിന്നോടൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴാണ് എനിക്ക് പഴയതുപോലെ അത് തിരിച്ചു വന്നത്. എന്നാൽ ഇത് കേട്ട് നമ്മുടെ ഗോഹാനും ടാങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ വെജിറ്റ നീ ഇനി നിന്റെ പവർ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ട, മുഴുവനായും പുറത്തു കൊണ്ടുവാ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെയും
വെജിറ്റയും പീക്ക് പവറിൽ ഒരു പഞ്ച് ചെയ്യും. അങ്ങനെ രണ്ടുപേരുടെയും ആ ഒരു അടിയിൽ നമ്മുടെ ഗോഹാനും വെജിറ്റയും വേറൊരു ഡയമെൻഷനിൽ എത്തുന്നു. അതായത് നമ്മുടെ ഡ്രാഗൺ ബോൾ സൂപ്പർ ബ്രോലി മൂവിയിൽ നമ്മുടെ ബ്രോലിയും ഗൊജീറ്റയും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ ഒരു സംഭവം നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെയാണ് ഇവിടെയും നടക്കുന്നത്. അങ്ങനെ ഈ ഒരു ഡയമെൻഷന്റെ അകത്ത് നിന്ന് നമ്മുടെ ഗോഹാനും വെജിറ്റയും അന്യായമായിട്ടുള്ള ഫൈറ്റ് ആണ് ഇവിടെ പോകുന്നത്. അങ്ങനെ ഗോഹാൻ അവസാനം പറയും ഈ ഒരു അറ്റാക്കിൽ തന്നെ എല്ലാം അവസാനിക്കും എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ വെജിറ്റയുടെ സിഗ്നേച്ചർ മൂവ് ആയിട്ടുള്ള ഫൈനൽ ഫ്ലാഷിൽ ഹക്കായി മിക്സ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഗോഹാന്റെ ആ ഒരു ബീസ്റ്റ് ഫോമും വെജിറ്റയുടെ അൾട്രാ ഈഗോയും തമ്മിലുള്ള അവരുടെ ഫൈനൽ അറ്റാക്കിൽ അത് രണ്ടും ക്ലാഷ് ആയി ആ ഒരു ഡയമെൻഷൻ ക്രാക്ക് ആകുന്നു. ഈ സമയം നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഇവരെ കാണാതെ ഇവരുടെ കീ എനർജി സെൻസ് ചെയ്യാൻ നോക്കും. ഈ സമയമാണ് നമ്മുടെ ഗോഹാനും വെജിറ്റയും രണ്ടുപേരും തോറ്റുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ആ ഒരു അറ്റാക്ക് പൊട്ടിത്തെറിച്ച് പിന്നെയും ആ ഒരു ഡയമെൻഷന്റെ ഉള്ളിൽ നിന്നും രണ്ടുപേരും പുറത്തേക്ക് വരുന്നു. അങ്ങനെ എർത്തിലെത്തിയ വെജിറ്റയെ നോക്കിക്കഴിഞ്ഞാൽ വെജിറ്റ ഇപ്പോൾ ബേസ് ഫോമിലാണ് ഉള്ളത്. തന്റെ പവർ തനിക്ക് എത്രത്തോളം കൊണ്ടുപോകാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ ഗോഹാൻ എത്രത്തോളം പവർഫുൾ ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ വെജിറ്റ മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മുടെ ഗോഹാനെ എടുത്തു നോക്കിയാലും ഗോഹാനും ബേസ് ഫോമിലാണ് ഉള്ളത്. എന്നാൽ ഗോഹാന്റെ ആ ഒരു നിൽപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇനിയൊരു ഫൈറ്റ് ഉണ്ടായാലും ഞാൻ റെഡിയാണ് എന്ന മട്ടിലാണ് പുള്ളിക്കാരനും നിൽക്കുന്നത്. അങ്ങനെ ഇതോടുകൂടി ഈ ഒരു മാഗ ചാപ്റ്ററും തീരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു വൺ ഷോട്ട് മാഗ എനിക്കും നല്ല രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഡ്രാഗൺ ബോൾ സൂപ്പർ മാഗയിൽ നമ്മൾ അൾട്രാ ഇൻസ്റ്റിക്റ്റിലെ ഗോക്കും അതുപോലെ ബീസ്റ്റ് ഗോഹാനും തമ്മിലുള്ള ഫൈറ്റ് നമ്മൾ കണ്ടതാണ്. എന്നാൽ നമ്മുടെ അൾട്രാ ഈഗോയും അതുപോലെ തന്നെ ബീസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ തമ്മിലുള്ള ഫൈറ്റ് നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.